ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യാണ്. ഒരു പ്രാവശ്യം കൂടി ധ്യാനയോഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കണിശമായിട്ടും അതേ തിരുവചനത്തിൽ നിന്ന് യേശുക്രിസ്തു പറഞ്ഞതായ ഉപമകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നതായ വിഷയം അതേ തൻ്റെ പറച്ചിലും ചെയ്യുകകളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദിയുടെ സ്തോത്രം. അടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ധ്യാനയോഗത്തിന് നന്ദിയുടെ സ്തോത്രം. കർത്താവിൻ്റെ ഉപമകളെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും മറ്റുള്ളവരുമായുള്ള അടികളുടെ ഇടപാടുകളിലും ദൈവ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മുടിവിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് അനവധിയായ ഉപമകളാൽ സ്വർഗീയമായ ദർശനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിച്ച കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് അത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എപ്രകാരം ആണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അത് നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-23 മുതൽ 32 വരെയുള്ളതായ ഭാഗങ്ങളാണ്. അതിൽ ഏതാനും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എങ്കിലും നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അവൻ അനുദപിച്ചു, അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു, എന്നാൽ പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവനെന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നാം കാണുന്നത് യേശു ക്രിസ്തു തൻ്റെ മലപ്രസംഗത്തിൽ അവരോട് പറഞ്ഞ ആ ഒരു കാര്യമാണ്. എന്താണ്? കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നു? ഞാൻ ചെയ്യാം, ഈ പറഞ്ഞ 2 പുത്രന്മാരെ പോലെയാണ്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവൻ പോവുകയില്ല, എന്നാൽ ചെയ്യില്ല എന്ന് പറഞ്ഞവൻ പോകുന്നു. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ വൈകല്യം അല്ലെങ്കിൽ വിപരീതമായുള്ള സ്വഭാവങ്ങൾ കാണുവാൻ സാധിക്കും. അതായത് എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത് എന്താണ്? അതായത് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിന്നെയോ സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എവിടെ പോകുന്നത്? സ്വർഗരാജ്യത്തിൽ പോകുന്നത്. കണിശമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം. എന്നാൽ പലപ്പോഴും അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും പ്രവൃത്തിയിലൂടെ അത് കാണുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങളിത് അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. അപ്പോൾ അത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഈ 2 മക്കളുടെ ഉപമയിലൂടെ നമ്മോട് അനുശാസിക്കുന്നത്. അത് കണിശമായിട്ടും ഇത് യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അതായത് യെരുശലേമിലെ സന്ദർശനത്തിന് മുൻപ്, അതായത് തൻ്റെ മരണാവസ്ഥ അടുത്തു എന്നറിഞ്ഞിരിക്കെ, അതായത് അവിടെ വരുന്നതായ ആൾക്കാരുടെ ആലോചനകളിൽ പലപ്പോഴും അവർ വെറും പുറമോടിയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അതല്ല വേണ്ടത്. പിന്നെയോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ദേവാലയം സന്ദർശിപ്പാൻ തക്കവണ്ണം അവിടെ വന്നു. അവിടെ കണ്ടതായ കാഴ്ച എന്തായിരുന്നു? അവിടെ എല്ലാവരും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അവരെന്താണ്? ദേവാലയത്തെ ഒരു കള്ളൻ്റെ ഗുഹയാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ വെറും കച്ചവട മനോഭാവമാണ്. അതൊരിക്കലും ദൈവികമായി ആത്മീയമായി നിറയുന്നതിനു വേണ്ടിയോ ദൈവത്തിൻ്റെ ആത്മപ്രേരിതരായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതായ താല്പര്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം അവരെ ആഹ്വാനം ചെയ്യുകയാണ്. അവരനുസരിക്കണം. അവരുടെ പ്രവൃത്തികളിലൂടെ കാണണം. യോഹന്നാൻ സ്നാപകൻ അതാണ് അവരോട് പറഞ്ഞത്, മാനസാന്തരപ്പെടുകയും. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ചില്ല എങ്കിൽ കോടാലി മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫലം കായ്ക്കുന്നില്ല എങ്കിൽ അത് വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നതായ ഒരു കാര്യം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദേവാലയത്തിൽ അവരെയൊക്കെ ഉപദേശിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പ്രകാരമാണ് പറയുന്നത്. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ നിന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്താണ്? യോഹന്നാൻ സ്നാപകൻ സ്നാനം
എവിടെ നിന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവർ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനെന്ന് എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാൻ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ അവരുടെ ഈ മറുപടി, അതായത് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞത് അത് തെറ്റാണ്, കളവാണ്, അത് പൊളിയാണ്. കാരണം അവർക്ക് നല്ലവണ്ണം തീർത്തും അറിയാമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു, താൻ എന്തിനു വേണ്ടി വന്നു. കാരണം ഒരു പ്രവചന നിവൃത്തികൾ അവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു സാഹചര്യമാണ് നമുക്കും നമ്മുടെ ചുറ്റുപാടുകളും കാണുന്നത്. എന്താണ്? അതായത് യേശുവിനെ യോഹന്നാൻ സ്നാപകൻ അതേ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് കണിശമായിട്ടും അവിടെ കൂടിയിരുന്ന എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്, അല്ലെങ്കിൽ അവരതിന് സാക്ഷികളാണ്. എന്നാൽ ആ സാക്ഷികൾ യഥാർത്ഥമായിട്ട് അവർ സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതിന് പകരം എന്താണ് അവർ ചെയ്തത്? അവർ മറുതലിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ അംഗീകരിക്കുകയോ യേശുവിൽ വിശ്വസിക്കുകയോ ചെയ്യാതെ അവന് ഭ്രാന്തുള്ളവൻ അല്ലെങ്കിൽ അവന് ഭൂതമുള്ളവൻ, അങ്ങനെ ഉള്ള അനേക കാര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ നിരാകരിക്കുവാണ്ടക്കോണം ഉള്ള ഒരു പ്രവണതയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ഉപമയിലൂടെ പറഞ്ഞ എന്താണ്? അതായത് ദൈവത്തിൻ്റെ സഭ ആണ്, അതായത് ഈ പിതാവിനെ, അല്ലെങ്കിൽ പാരബിൾ ദ ഫാദർ റെപ്രസെൻറ്റ് ഗോഡ്, ദ വിനിയാർഡ് ദ ചർച്ച്, അതായത് ഈ ദൈവമാണ് ഈ ഉപമയിൽ പ്രധാനപ്പെട്ട വ്യക്തി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭ അത് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് പുത്രന്മാരും അത് രണ്ട് തരത്തിലുള്ള വ്യക്തികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മകന് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞവനുണ്ട്. അത് ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അവരുടെ ഇടയിലുള്ളതായ ചില പെരുമാറ്റച്ചട്ടങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അനവധിയായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും അവരോട് ദൈവികമായ അനേക ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടും അത് വിശ്വസിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 6-9 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ പ്രവചന നിവൃത്തിയായിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവീയമായ കാര്യങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം അവർ മനുഷ്യൻ്റെ കൽപ്പനകളെയും അതുപോലെ അവരുടെ സമ്പ്രദായങ്ങൾ കൊണ്ട് ദൈവകൽപ്പന എന്ത് ചെയ്യുന്നു? ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്നായ പരീശന്മാരും ശാസ്ത്രിമാരും അതുപോലെ അവിടുത്തെ ഭരണകർത്താക്കളും എന്ത് ചെയ്തു? അവരൊക്കെയും പ്രതിദാനം ചെയ്യുന്നത് ഈ രണ്ട് മക്കളെ പോലെയാണ്. കാരണം അവർ തന്നെ മറുപടി പറയുന്നുണ്ട്, ഈ രണ്ടു പേരിൽ ആകുന്നു അപ്പൻഡേഷൻ ചെയ്തത്? ഒന്നാമത്തവനെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ വാഞ്ചയുള്ളവരായി, താല്പര്യമുള്ളവരായി എന്തു ചെയ്യുന്നു? അവർ സ്വയമായി തന്നെത്താൻ അവർ പോകുന്നു. അവർ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായിത്തീരുന്നു. എന്നാൽ അങ്ങനെ അവർ പറയുമ്പോൾ അവരെ തന്നെ എന്തു ചെയ്യണം? അവർക്ക് എതിരായിട്ട് തന്നെ അവർ ന്യായം വിധിക്കുകയാണ്. കാരണം അവരുടെ പ്രവൃത്തി, അവരുടെ രീതികൾ അപ്രകാരമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അനവധിയായ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തു. എന്നാൽ അതൊന്നും അവർ അംഗീകരിപ്പാനൊക്കെയുള്ളതായ ഒരു പ്രവണത അവർക്കില്ലായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ സമൂഹത്തിൽ പരീശന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെയും ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ഈ രണ്ട് മക്കളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. എന്നാൽ അവരൊക്കെയും എന്താകുന്നു? അവരോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ചോദിക്കുകയാണ്, ഈ രണ്ട് പേരിൽ ആരാകുന്നു അപ്പൻഡേഷൻ ചെയ്തത്? ഒന്നാമത്തവനെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവരുടെ മറുപടി കൊണ്ട് അവർ തന്നെ എന്തു ചെയ്യാണ്? അവരെ ന്യായം വിധിക്കുകയായിരുന്നു. അത്യനവധിയായ സുവിശേഷ ദൂതുകൾ, ദൈവികമായ കാര്യങ്ങൾ അവരോട് കർത്താവിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെയും അവർക്ക് നൽകി. എന്നാൽ അവരാരും അതനുസരിക്കുവാണ്ടക്കവണ്ണം അവർ താല്പര്യപ്പെട്ടില്ല.
പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ഐ വിൽ ഗോ സാർ എന്ന് ചെറുപ്പക്കാരൻ പറയുമ്പോൾ അതെ അവന് തന്നെ ഈ പറയപ്പെട്ട സമൂഹത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. എന്നാൽ അവരിലുള്ള അഹങ്കാരം, അവരിലുള്ളതായ എന്താണ്, ഞങ്ങൾക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുറവില്ല എന്നുള്ളതായ ഭാവം അവരെ എന്തു ചെയ്യുന്നു, അവരെ അത് നിരാകരിപ്പാൻ തക്കവണ്ണം, ദൈവവിഷം ചെയ്യുവാൻ തക്കവണ്ണം അവർക്കതിനുള്ള താല്പര്യമില്ലാതെ വരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അതേ, ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ അവർ, അതായത് ഫരീശന്മാർ പറയുന്നത് എന്ത് ചെയ്യും, നിങ്ങളൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികളെ പോലെ ചെയ്യരുത്, കാരണം അവർ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അതേ, നമുക്ക് പരീശന്മാരുടെ അന്നത്തെ കാലത്തെ ചുറ്റുപാടുകളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി അതേ ദൈവത്തിൻ്റെ കൽപ്പനയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അനവധിയായ ഉപദേശങ്ങൾ അവർ കൊടുക്കും, എന്നാൽ അവരുടെ ചെറുവിരൽ കൊണ്ടുപോലും അവരതനുസരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വെള്ള തേച്ച ശവക്കല്ലറുകളെ എന്ന് കർത്താവ് അവരെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നത്. അവർക്ക് പുറം മോടിയിൽ, അതുപോലെ വസ്ത്രധാരണത്തിൽ, അതുപോലെ അവിടെ നടക്കുന്ന പെരുന്നാളുകളിൽ മുഖ്യസ്ഥാനം കൊടുക്കുക, അതേ അവരുടെ കൂടിവരവുകളുടെ പ്രധാന സ്ഥാനം അംഗീകരിക്കുക, ഇങ്ങനെയുള്ളതായ താല്പര്യങ്ങളല്ലാതെ അവരുടെ ഹൃദയം കൊണ്ട് അവർ ദൈവത്തോട് അവർ ചേർന്നില്ല. സ്വഭാവ രൂപീകരണത്തിൽ പടിപടിയായി വേണ്ട വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. അത് നാം വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അതേ ഭൗമിക ജീവിതത്തിൽ ഒരു പൈതൽ ജനിക്കുമ്പോൾ ആ ഒരു പൈതലിൻ്റെ വളർച്ച പടിപടിയായിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഭക്തി ജീവിതത്തിലും അതുപോലെ ഭൗമികമായി ദൈവികമായ സ്വഭാവങ്ങൾ വളർന്നു വരുന്നതിനും പടിപടിയായിട്ട് വേണം. ഇവിടെ ആദ്യത്തെ ഈ ലിസ്റ്റിനെ കുറിച്ച്, അതായത് ഈ പത്രോസ് കൊടുത്തിരിക്കുന്നതായ ലിസ്റ്റ് നാം വായിക്കുകയാണെങ്കിൽ, അതായത് അതിനിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും. അപ്പോൾ വിശ്വാസം, അതായത് വിശ്വാസ പിതാവായ അബ്രഹാം തൻ്റെ വിശ്വാസം എപ്രകാരം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു, മറ്റൊന്നും കൊണ്ടല്ല, താൻ ദൈവം പറഞ്ഞത് അനുസരിച്ചു. തൻ്റെ പ്രവൃത്തിയിലൂടെ അത് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അപ്പോൾ വിശ്വാസത്തോടുകൂടി വീര്യം, അതായത് അതിന് ഒരു പടി കൂടെ പോവുകയാണ്. പിന്നെ വീര്യത്തോട് പരിജ്ഞാനം, അതായത് നാം വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ അറിവും, അതായത് ബുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന, ബുദ്ധിയോടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു താല്പര്യം. പ്രത്യേകിച്ച് പറയുമ്പോൾ, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പിശാചും എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം അത് വീര്യമുള്ളതായിരിക്കണം. നമുക്കറിയാം, ഈ വീര്യം പറയുമ്പോൾ ഞാനൊന്ന് ഓർത്ത് പോകുന്നത്, അതായത് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ആസിഡ്, അതിൻ്റെ ഗാഢത, അതിൻ്റെ വീര്യം അത് കൂടിയും കുറഞ്ഞു ഇരിക്കും. അത് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പ്രവർത്തിക്കും, കുറവാണെങ്കിൽ അത് പെട്ടെന്ന് പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസത്തിന് നല്ലപോലെ വിശ്വാസം അത് നിറഞ്ഞ വിശ്വാസമായിരിക്കണം. അതല്ലാതെ വെറും മുമ്പേ പറഞ്ഞ പോലെ പിശാചും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസമായിരിക്കണമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? ചത്തതാണത്, നിർജ്ജീവമാണ്. അപ്പോൾ അതുകൊണ്ട് വീര്യത്തോടുകൂടി പരിജ്ഞാനവും, അതായത് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, ബുദ്ധിപരമായിട്ടും ദൈവത്തെക്കുറിച്ച് അറിയുക. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് നാം വായിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയുക എന്ന് പറയുന്നതും അത് നിത്യജീവന് വേണ്ടിയുള്ളൊരു വഴിയാണ്. ആയതുകൊണ്ട് നാം എന്തു ചെയ്യണം, ഓരോ പടിയിലും വിശ്വാസത്തോടും വീര്യത്തിൻ്റെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും. അതായത് നമുക്കറിയാം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നിയന്ത്രണം ആവശ്യമാണ്, സെൽഫ് കൺട്രോൾ. അത് പലതരത്തിലുമില്ല. ചിലർക്ക് വയറാണ് ദൈവം, ചിലർക്ക് അവരുടെ പല കാര്യങ്ങൾ കാണുന്നതിലാണ് അല്ലെങ്കിൽ കേൾക്കുന്നതിലാണ്. അതായത് ലൗകികമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത്, എന്നാൽ അതിനൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതാണല്ലോ ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് ടെമ്പറൻസ് എന്നാണ്. അല്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രണം, സ്വയമായിട്ട് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പലപ്പോഴും മനുഷ്യന് പല വഴികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നാം മുടിയനായ പുത്രനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. മുടിയനായ പുത്രൻ്റെ കഥയിൽ നാം പഠിച്ചത് എന്താണ്? അവന് പണം കിട്ടിയപ്പോൾ അവൻ ആഡംബരമായി ജീവിച്ചു.
അതിന് നിയന്ത്രണമൊന്നുമില്ലായിരുന്നു. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ആ മന്ദിരത്തെ സൂക്ഷിക്കണം എന്നുള്ളതായ കാര്യങ്ങൾ തിരുവചനം അനുശാസിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് തോന്നിയവാസം ജീവിക്കുക, ഏകദൈവമായ ദൈവത്തിൽ വിശ്വസിക്കുക, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതായ ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെ സ്ഥിരതയുള്ളവരായിരിക്കണം. പിന്നെ ഭക്തിയുള്ളവരായിരിക്കണം. വെറും പുറമോടിയിൽ കാണുന്ന പോലല്ല. അതുപോലെ തന്നെ ഭക്തിയോടുകൂടി എന്ത് ചെയ്യണം? സഹോദരപ്രീതി ഉണ്ടായിരിക്കണം. സഹോദരപ്രീതിയോട് എന്തുകൊണ്ട്? സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയും പടിപടിയായിട്ട് വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ആവശ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ നിറപടിയായിട്ടുണ്ടാകുമ്പോൾ അത് കണിശമായിട്ടും അത് ദൈവമകനായിട്ട് ദൈവമകളാക്കി നമ്മെ ഓരോരുത്തരെയും തീർക്കും. അതെന്താണ് പറയുന്നത്? നല്ല സ്വഭാവം നമ്മിലുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് നമുക്കറിയാം, ഈ ഭൂമിയിൽ നാം എത്ര സമ്പാദിച്ചാലും അതേ കോടികൾ, ഇന്നത്തെ കാലത്ത് കോടികൾ ഉണ്ടാക്കി ഇപ്പം ഈ 100-ൻ്റെയും അല്ലെ 1 രൂപ നോട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ ഉള്ളത് 10 നോട്ടും വളരെ വന്ന് ചുരുക്കം. 100 നോട്ട് അല്ലെങ്കിൽ 1000 നോട്ട്, പിന്നെ നടക്കുന്നത് കോടികളാണ്. അപ്പോൾ നമ്മൾ പത്രവാർത്തകൾ വായിക്കുമ്പോൾ അവർ ഇത് ചെയ്തു, കോടികൾ അടിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രവണതയിലാണ് മനുഷ്യൻ ധനം കൊണ്ട് ദൈവികമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പന്താടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലല്ല പിന്നെയോ നാം വിശ്വാസത്തിൽ, അതായത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക. അപ്പോൾ പടിപടിയായിട്ട് വിശ്വാസ ജീവിതത്തിൽ അതായത് സെയിൻറ്റ് അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിനുള്ളതായ പടികളാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെട്ടതായ സാധനാപാഠം, അതായത് കർത്താവായ യേശുക്രിസ്തു അതേ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ഉപാധിയാണ്. അതായത് ദൈവത്തെ അനുസരിക്കുക. അത് ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ എല്ലാ കാര്യത്തിലും ഇവിടെ പറയുന്നത് ഹി പ്രൂവ്സ് വെദർ ദേ ആർ ഒബീഡിയൻറ്റ് ടു ഓർ ഡിസൊബീഡിയൻറ്റ് ടു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. 2 തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് 2 മനുഷ്യരെക്കുറിച്ച്, 2 ചെറുപ്പക്കാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അനുസരിക്കുക, അനുസരിക്കാതിരിക്കുക. അതുപോലെ തന്നെ അനുസരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് പ്രവൃത്തിയിൽ വരാത്തത്, അല്ലെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാലും പ്രവൃത്തിയിൽ വരിക. അപ്പോൾ ഈ 2 തരത്തിലുള്ള, അതായത് മനുഷ്യൻ്റെ പ്രകൃതി ഞാൻ പറഞ്ഞല്ലോ, അത് വിവിധമാണ്. എന്നാൽ ദൈവം അല്ലെങ്കിൽ ദൈവമായി എടുക്കുന്ന ഒരു തീരുമാനം ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, ഒന്നുകിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി നാം നിലനിൽക്കുക, അല്ലെങ്കിൽ അതേ മാമൂനോടുകൂടി പിശാചിനോട് നിൽക്കുക. ഈ 2 പക്ഷമല്ലാതെ ഇടയ്ക്കൊരു ഇതില്ല. ആയതുകൊണ്ട് നാം എവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഈ നമ്മുടെ ഭൗമിക ജീവിതം എന്ന് പറയുന്നത് അത് അധിക നാളില്ല. അതായത് there are only 2 classes in the world today. ആരാണ്? ഒന്ന് ദൈവത്തെ അനുസരിക്കുന്നവരും, ഒന്ന് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവരും. ഇനി അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലും അനുസരിക്കുമ്പോൾ എങ്ങനെയാണ്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അനുസരിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക. അത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ നിവൃത്തിയായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് ദൈവികമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 24 വരെ വായിക്കുമ്പോഴും, അതുപോലെ 15-10 ആ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചു. കാരണം കൽപ്പനാലംഘനമാണല്ലോ പാപം. എന്നാൽ ആ പാപിയായി അല്ലെങ്കിൽ ഒരു പാപിയാണെന്ന് അതായത് ആർക്കും പറയുവാനൊക്കെ കൊണ്ട് സാധിച്ചല്ലേ. കാര്യം ശരിയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ അവിടുത്തെ നേതാക്കന്മാരൊക്കെ യേശുവിനെ ശപഥ ലംഘിച്ചെന്നും അല്ലെങ്കിൽ താൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെന്നും പാപം ക്ഷമിച്ചുവെന്നും എന്നിങ്ങനെയുള്ളതായ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും, അതായത് നമുക്കറിയാം പീലാത്തോസിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അതേ അവരുടേതായ നിയമങ്ങളെ ലംഘിച്ചു എന്നുള്ളതായ കാര്യമല്ലാതെ ദൈവകൽപ്പന ലംഘിച്ചു, അതിന് തക്കവണ്ണം അല്ലെ മരണയോഗ്യൻ അല്ല എന്ന് അവിടെ പീലാത്തോസ് പറഞ്ഞു. അതേ മരണയോഗ്യമായ കുറ്റമൊന്നും ഇവനിൽ കാണുന്നില്ല. അതെ റോമൻ നിയമങ്ങളുണ്ടായിരുന്നു. റോമൻ നിയമങ്ങൾ പ്രത്യേകിച്ച് പറയുമ്പോൾ അത് ദൈവിക നിയമങ്ങൾക്ക് അല്പസ്വല്പം വ്യത്യാസമുണ്ടായിരുന്നാലും നിയമമുണ്ടായിരുന്നു.
റോമാക്കാരെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ റോമൻ നിയമങ്ങൾ, റോമാക്കാരുടെ ഫീസ്, റോമൻ റോഡുകൾ ഇതൊക്കെയും പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അവിടെ മരണയോഗ്യമായ ഒരു കുറ്റമില്ല എന്ന് അല്ലെങ്കിൽ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചില്ല. പിന്നെ അവരുടെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ദൈവികമായ നിയമത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യ സമ്പ്രദായങ്ങളെ അവർ ഉയർത്തി കാണിച്ചിരുന്നു. അതുകൊണ്ട് പീലാത്തോസിന് അവനൊരു കുറ്റമുള്ളവനായിട്ട് കണ്ടുപിടിച്ചില്ല. പിന്നെ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും അല്ലെങ്കിൽ അന്നത്തെ മാസ് മീഡിയ എല്ലാവരും കൂടെ ചേർന്ന് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസാക്ഷി അതേ തനിക്ക് എതിരായിരുന്നുകൊണ്ട് താൻ എന്ത് ചെയ്തു? താൻ തൻ്റെ കൈ കഴുകിയതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വമായിട്ട് തന്നെ കുറ്റം വിധിക്കുവാണ്ടൊക്കെയുള്ളൊരു കുറ്റം പീലാത്തോസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. കൽപ്പനാലംഘനമാണല്ലോ പാപം. ആ പാപമില്ലാതെ ജീവിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. അത് സ്വയമായിട്ട് ചെയ്യാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല. എന്താണ്? ഞാൻ എനിക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല. പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതേ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അതെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതായ സമയം തക്കത്തിൽ വിനിയോഗിപ്പാൻ വേണ്ടിയാണ് ഇത് നിങ്ങളോട് പറയുന്നത്. അതായത് കണിശമായിട്ട് നമുക്കറിയാം, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അതെ അവനെ അനുസരിക്കുന്നതിനല്ല അവൻ പറയുന്നത് ചെയ്യുവാൻ തക്കവണ്ണം ഉള്ളൊരു പ്രവണത അല്ലെങ്കിൽ അതിനുള്ളൊരു നല്ല കാര്യം നമുക്കറിയാം. നമുക്ക് അനേക ഉപമകൾ അല്ലെങ്കിൽ അനേകമായ കാര്യങ്ങൾ എനിക്ക് പറയാൻ തക്കവണ്ണം സാധിക്കും. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ യുവജനങ്ങളുടെ സ്നേഹം, അതെ യുവജനങ്ങളുടെ സ്നേഹം കൊണ്ട് അതെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിക്കുന്നു. ആ സ്ത്രീ അതെ അവർ അന്യോന്യമുള്ള സ്നേഹം കൊണ്ട് അത് എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല. ചിലരൊക്കെയും അതെ തങ്ങളുടെ സ്നേഹത്തിൻ്റെ അതിൻ്റെ മൂർത്തി അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തി വരുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അത് സാധിക്കുന്നില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുവാൻ തക്കവണ്ണം അവർ രണ്ടുപേരും കൂടെ മരിപ്പാൻ തക്കവണ്ണമുള്ളതായ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്ന അവർ മരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചല്ല, പിന്നെയോ സ്നേഹം. ആ സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അത് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശുവിനെ സ്നേഹിക്കുന്നു പറയും, അതെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്താണ്? കള്ളനാകുന്നു തിരുവചനം പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഒരു കള്ളൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതെ ഞാനിത് ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അവിടുത്തെ നാമത്തിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് സ്തുതിവാനും പരിശുദ്ധനും എല്ലാറ്റിനും ഉടയവനുമാകുന്നു. അവിടുന്നാകുന്നു ഞങ്ങൾക്ക് സ്നേഹം, അതെ ദൈവം സ്നേഹമാകുന്നു എന്ന് മനസ്സിലാക്കി തന്നത്. ആയതുകൊണ്ട് സ്നേഹിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും വരുന്നു, അതിനുവേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അധികം നാളില്ല, സമയം അധികമില്ല. ആയതുകൊണ്ട് കർത്താവെ വീണ്ടും വരുന്നവനായ യേശുവിന് എൻ്റെ വരവിന് വേണ്ടി കാത്തുരുങ്ങിയിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മൊടിമനിയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നായ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് കൂടുതലായ എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കണിശമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.